എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെയുള്ളൊരു ബോണ്ടാണ്. അത് ഫ്യൂച്ചറിൽ ചില ദിവസം നടക്കാം. നല്ല നല്ല പ്രോജക്റ്റ് വന്നാൽ ആസിഫിനും ഇഷ്ടമാവണം. 100%. ഇപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജിയിലാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പം കോൾസിനെ കൊണ്ട് ഫുൾ ടൈം കോളാണ്. നമുക്ക് മൊബൈൽ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും കോൾസ്. ഇപ്പോൾ സത്യൻ സാറായാലും, ഉണ്ണി സാറ്, ബി ഉണ്ണികൃഷ്ണൻ സാറ്, മഹേഷ് നാരായൺ സാർ, എല്ലാവരും നമ്മളെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ആസിഫിൻ്റെയും വിജയരാഘവനെ പറ്റിയിട്ടും പടത്തിനെ പറ്റി ടോട്ടൽ സ്ക്രിപ്റ്റ് എല്ലാത്തിനും പറ്റി ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അത് ഭയങ്കര എനർജിയാണ്. അപ്പോൾ എല്ലാ ടീംസിനും ഇത് എനർജിയാണ്. അസിക്കയുടെ കാര്യത്തിൽ എനിക്ക് അസിക്കയുടെ തുടർ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്രേസ് വില്ലയുടെ ഇപ്പോൾ ഒരിടത്ത് പറഞ്ഞതുള്ളൂ കേട്ടോ. ഗ്രേസ് വില്ല 2016 അപ്പോൾ അത് ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ അന്ന് നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് സമയമായിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പോസ്റ്റർ ലോഞ്ച് ഫംഗ്ഷൻ നടത്തണം എന്നുള്ളത് തോന്നി. നമുക്ക് ആർക്കും സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാട്ടോ അതിൽ. എനിക്ക് ഒരു ബന്ധമില്ല, ഇപ്പോൾ പോലും എനിക്ക് വലിയ ബന്ധങ്ങളും പരിചയങ്ങളും സിനിമയിൽ ഉണ്ടായിട്ടില്ല. അന്ന് തീരെയില്ല. അപ്പം അന്ന് കവി ഉദ്ദേശിച്ചതിൻ്റെ സെറ്റിൽ പോയിട്ട് ആസിക്കാനെ നേരിട്ട് കാണുക, എന്നിട്ട് ആസിക്കയ്ക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ ഒരു പോസ്റ്റർ അവിടെ വെച്ചിട്ട് മറ്റേ തുറന്ന് കാണിക്കുന്ന പരിപാടിയായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആസിക്ക സമ്മതിച്ച് അവിടെ പോയി. അപ്പോൾ അതിന് മുന്നായിട്ട് പുള്ളി ഒന്ന് മര്യാദയുടെ പേരിൽ നമ്മൾ എന്തായാലും ഷോർട്ട് ഫിലിം ഒന്ന് കാണിക്കണമല്ലോ. എന്നിട്ട് അങ്ങനെ കാണിച്ചായിരുന്നു. പുള്ളി ഇഷ്ടപ്പെട്ടു. പുള്ളി ഭയങ്കര കാര്യമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് സംസാരിച്ചു. എല്ലാം ഹാപ്പിയായിട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുന്ന നേരം പുള്ളി എൻ്റെ അടുത്ത് എന്താണ് ഓക്കെ മാൻ എന്ന് കെട്ടിപ്പിടിച്ചിട്ട്, അപ്പോൾ ഇനി നമുക്ക് സിനിമ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ പിരിഞ്ഞത്. അതിനുശേഷം ഞാൻ 5 സിനിമകൾ ചെയ്തു. 5 സിനിമ ആസിക്കയുടെ സാന്നിധ്യം ഇതിലെല്ലാത്തിലും ഉണ്ട്. 4 ലീഡായിട്ടും ഉണ്ട്. പിന്നെ ഇനീഷ്യലി ആസിക്ക ഇല്ലാതിരുന്നൊരു പ്രോജക്റ്റിൽ മോഹൻകുമാർ ഫാൻസിൽ അവസാനം കറങ്ങിത്തിരിഞ്ഞ് ക്യാമിയോ റോളിൽ ആസിക്ക തന്നെ വരികയും ചെയ്തു. അന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ആസിക്ക എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിന് ഞാനില്ലാതെ നീ സിനിമ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ഈ ആസിഫിന്റെ ഹൈനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ പടം റിലീസ് നിങ്ങളോടുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഇമോഷണൽ എക്സ്റ്റസി അതാണ് കറക്റ്റ് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന സംഗതി. ചുമ്മാ പടം സക്സസ് ആയി ഹിറ്റായി ഭയങ്കര റെക്കോർഡ് കളക്ഷൻ ഉണ്ടാകുന്നു, പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുള്ളതിൻ്റെ ആടാ സൂപ്പർടാ അടിച്ചടാ മോനെ ആ സംഗതി അല്ലാതെ നമുക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ചിലപ്പോൾ നമുക്ക് വലിയ വിജയങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സൈലൻ്റ് ആയി പോവില്ലേ, കരഞ്ഞിട്ട് ചിരിയും വരും കരച്ചിലും വരും എന്നുള്ള രീതിയിലൊരു ഇമോഷണൽ എക്സ്റ്റസി ഇല്ല. ആസിക്ക മാത്രമല്ല, ഞങ്ങളെല്ലാവരും കഴിഞ്ഞ 2 ദിവസം മുന്നേ അല്ലേ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അപർണ, ആസിക്ക, ഞങ്ങൾ രണ്ടുപേരൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അത് സന്തോഷ ആനന്ദക്കണ്ണീരെന്ന് പറയുന്ന രീതിയിൽ